തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു കാര്യം എടുത്തു പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുമെന്നത്. എന്താണ് മട്ടന്നൂരിന് മാത്രം ഇത്ര പ്രത്യേകത? ആ കഥയറിയാം. കേരളത്തിൽ എവിടെയും തെരഞ്ഞെടുപ്പില്ലാത്ത സമയത്താണ് മട്ടന്നൂർ നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അതിനു പിന്നിൽ ചെറുതല്ലാത്ത ഒരു ചരിത്രമുണ്ട്. 1964 രൂപീകരിച്ച മട്ടന്നൂർ പഞ്ചായത്ത് 1990 EK നായനാറിന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ നഗരസഭയായി ഉയർത്തി. എന്നാൽ ഇത് അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലായിരുന്നു UDFിലെ ഭൂരിഭാഗം കക്ഷികളും. സാധാരണക്കാരായ ജനങ്ങൾക്ക് അധിക നികുതിഭാരം അടിച്ചേൽപ്പിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു എതിർപ്പ്. പിന്നെ സമരത്തോട് സമരം. ഒരു കൊല്ലത്തിനപ്പുറം 1991 സംസ്ഥാന ഭരണമാറ്റം ഉണ്ടായപ്പോൾ UDF സർക്കാർ മട്ടന്നൂരിനെ വീണ്ടും പഞ്ചായത്താക്കി മാറ്റി. ഇതോടെ LDF കോടതിയെ സമീപിച്ചു. കേസ് നീണ്ടുപോയി. 1994 മട്ടന്നൂരിനെ പഞ്ചായത്തായി മാറ്റിയത് കോടതി റദ്ദു ചെയ്തു. പക്ഷേ ഉദ്യോഗസ്ഥക്ഷാമവും മറ്റ് പ്രശ്നങ്ങളും മുൻനിർത്തി പൂർണ്ണമായ തോതിൽ നഗരസഭയുടെ സ്വഭാവത്തിലേക്ക് മട്ടന്നൂരിനെ മാറ്റാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ നഗരസഭയും പഞ്ചായത്തും അല്ലാത്ത അവസ്ഥയിൽ 5 വർഷം ഭരണം പ്രതിസന്ധിയിൽ തുടർന്നു. സ്പെഷ്യൽ ഓഫീസറുടെ കീഴിലായിരുന്നു ഈ സമയം മട്ടന്നൂരിന്റെ ഭരണം. നഗരസഭയും പഞ്ചായത്തുമല്ലാത്ത അനിശ്ചിതാവസ്ഥ തുടർന്നു. 1996 നായനാർ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതോടെ മട്ടന്നൂരിനെ നഗരസഭയാക്കി മുൻകാല പ്രാബല്യത്തോടെ ഉത്തരവിറക്കി. അങ്ങനെ 1997 മട്ടന്നൂരിൽ ആദ്യമായി നഗരസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാലാവധി 5 വർഷമായതിനാൽ സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മട്ടന്നൂരിലെ ഭരണസമിതി കാലാവധി 3 വർഷം മാത്രമായിരിക്കും പൂർത്തിയാക്കിയിട്ടുണ്ടാവുക. അങ്ങനെയാണ് മട്ടന്നൂരിൽ മാത്രമായി പ്രത്യേക തെരഞ്ഞെടുപ്പ് നടത്തുന്ന സാഹചര്യമുണ്ടായത്. നഗരസഭ രൂപം കൊണ്ടതു മുതൽ ഇടതുമുന്നണിയാണ് നഗരസഭ ഭരിക്കുന്നതെന്ന പ്രത്യേകതയും മട്ടന്നൂരിനുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.